ഇന്നത്തെ വർക്കെന്ന് പറഞ്ഞാൽ ഈ ഭാഗം കളയ്ക്കാനാണ്. ഈ ഏരിയ ഉണ്ട്, ഇത്ര ഭാഗം മൊത്തം കല്ലും കൂട്ടോ. ഈ ഏരിയ കംപ്ലീറ്റ് കളയ്ക്കണം. വന്ന വഴി ഇതാട്ടോ. അങ്ങ് അറ്റത്ത് പോയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് കളച്ചു വരാം. ഇന്നലെ ഇവിടുന്ന് കളച്ച് തുടങ്ങുക. സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞു. അല്ല 8 മണി ആയില്ല കേട്ടോ. ഈ ഭാഗം കളച്ച് താഴോട്ട് ഇറങ്ങിപ്പോ. ഇവിടെ വലിയ കല്ലാണ്, വലിയ വലിയ പാറക്കല്ലുകളാണ്. അങ്ങോട്ടൊന്നും വണ്ടി കയറി പോകത്തില്ല കേട്ടോ. അവിടെ കളയ്ക്കാനുള്ള പക്ഷേ കല്ലായതുകൊണ്ട് എന്നാ കളയ്ക്കാൻ. കല്ലെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കല്ലാണ് അവിടെ. കല്ലും കുറ്റിയാ. കറുത്ത മണ്ണാണ് ഇവിടെ. മണ്ണ് കിളയ്ക്കാനില്ല. പാറയും മണ്ണും കല്ലും കാരണം കിളയ്ക്കാനൊന്നും ഇല്ല. വെറുതെ ബക്കറ്റ് താത്തി വിടും, താഴ്ത്തിരം താത്തി വിടാവുന്നേ ഉള്ളൂ. കല്ല് ഇങ്ങനെ മാറ്റി ഇടണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് സൈഡിലേക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൂട്ടിയിടണമെന്നാണ് പറഞ്ഞേക്കുന്നത്. സൈഡിലേക്ക് മാറ്റാൻ എങ്ങോട്ട് മാറ്റാനാ? മണ്ണ് ഒട്ടുമില്ല. മാറ്റാന്ന് കല്ല് മാറ്റുമ്പോൾ മണ്ണില്ല ഇവിടെ. നല്ല വെയിലടിക്കുന്നുണ്ട് രാവിലെ. അങ്ങോട്ട് കയറിയിട്ട് മാക്സിമം മാറ്റാവുന്ന കല്ലെല്ലാം മാറ്റിയിട്ട് നല്ല വൃത്തിയായിട്ട് കളച്ചു കൊടുക്കാവേ. അതുകൊണ്ട് മൊത്തം കല്ലാ. ഇതിലുള്ള കല്ല് മാറ്റാം. ഉള്ള കല്ലെല്ലാം മാറ്റി പറ്റുന്നത്രയും വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കാം. അതേ പറ്റത്തുള്ളൂ, പറയാൻ പറ്റുള്ളൂ. കാപ്പിപ്പൊടി കളറായി ഈ മണ്ണിന്. എന്നാ മണ്ണല്ലേ, ഉറപ്പില്ല മണ്ണ്. വെറും പൂഴി പോലെ കിടക്കുക. അതിനകത്താ ഇത്രയും കല്ല്. ഇങ്ങനെ ഇത്ര സ്ഥലം ഉണ്ടാകുന്ന പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് മൊത്തം മട്ടിക്കല്ല, നല്ല കല്ലുമല്ലോ കേട്ടോ. അപ്പൊ ആ കാണുന്ന ഏരിയ, ആ സ്ഥലം മൊത്തം ഇവരുടെ സ്ഥലം. പക്ഷെ പ്രയോജനം ഇല്ലല്ലോ, കല്ലല്ലേ മൊത്തം. കല്ലും കൂട്ടോ തന്നെയാ. ഇതുപോലുള്ള കല്ലെല്ലാം അങ്ങോട്ട് ഒതുക്കി വെച്ചിട്ട് ഇളക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ ഇളക്കി കൊടുക്കാം. കല്ലില്ലാത്ത സ്ഥലം വല്ലതും ഉണ്ടെങ്കിൽ ലെവൽ ചെയ്ത് കിളച്ച് കൊടുക്കാം. അപ്പൊ ഞാൻ നോക്കിയിട്ട് കല്ലില്ലാത്ത ഒരു സ്ഥലമില്ല, മൊത്തം എല്ലായിടത്തും കല്ലാണ്. ലൂസ് മണ്ണാണ്ട് കിളയ്ക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. വെറുതെ വണ്ടി ബക്കറ്റ് ആദ്യം കൊടുത്താൽ മതി. ഇച്ചിരി താഴുമ്പോൾ തന്നെ കല്ലെ പോയി ഇടിച്ചോളൂ. അങ്ങനത്തെ സെറ്റപ്പില്ല ഇപ്പം കിടക്കുന്നത്. അവിടെ ചെറിയ 2 കയ്യാലയുണ്ട്. അവിടെ ഇപ്പം സൈഡിൽ കൂടെ കയറാൻ പറ്റത്തില്ല. അതിലിപ്പോൾ ഇവിടുന്ന് കണ്ട് കയറി കയ്യാലയുടെ മുകളിലേക്ക് എടുത്ത് വണ്ടി വെക്കുവാണെങ്കിൽ ഇവിടുന്ന് തന്നെ കിടക്കാം ഇങ്ങനെ. അല്ലെ പിന്നെ ആ ഏറിയിട്ട് വീതി കൂടുതല. ഇവിടെ വീതി കുറവുണ്ട്. എത്താൻ പറ്റുന്നത്ര പണിയാ. നടപടിയില്ല കേട്ടോ. വണ്ടി വലിയ കയറുന്നില്ല. കാര്യം അവിടെ ഇച്ചിരി ഏറിയുള്ളായിരുന്നു കളയ്ക്കാൻ. നോക്കാൻ കയറുമോ? കയറി ഒരു വ്യക്തി ഇതുപോലെ തന്നെ അപ്പുറം കയറണം. കല്ലിന്റെ കൂട്ടം എന്നാ പറയാനുള്ളത്.
ഇവിടെ വണ്ടി വലിച്ചു കയറ്റിയതിന് പ്രയോജനം ഉണ്ടായില്ല കേട്ടോ. അവിടെ മൊത്തം ഒരു കുറ്റി, വലിയ ആഞ്ഞിലിക്കുറ്റി ഉണ്ടായിരുന്നു, പിന്നെ മൊത്തം കല്ലുമായിരുന്നു. പിന്നെ അവിടെ വിട്ടിട്ട് വന്ന് അവിടെ കിളച്ചില്ലെന്ന് പറയാം, അതുകൊണ്ടാണ് പിന്നെ വണ്ടി കയറ്റിയത്. അത്ര ഏറെ കിളച്ചപ്പം ഒരു പ്രയോജനം ഇല്ലാതായിപ്പോയി. വണ്ടി ഇങ്ങോട്ട് വലിച്ച് കയറ്റിയതിൻ്റെ പ്രയോജനം പോലും ഇല്ലാതായി. വലിയൊരു കല്ല് കിട്ടി, അല്ലാതെ വേറൊരു ഗുണം ഉണ്ടായില്ല. താഴത്തെ കയ്യാലാണ് കിളയ്ക്കാം. ഇവിടെ ഇച്ചിരി മണ്ണുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മണ്ണുള്ളോടെ കിളയ്ക്കാം. ഇന്നലെ കിളയ്ക്കാൻ വേണ്ടി ഇരുന്ന, ഇന്നലെ പൂക്കുറ്റി മഴയിലായിരുന്നു ഇവിടെ. ഇന്നലെ മഴ കാരണം രാവിലെ തൊട്ട് മഴയായിരുന്നു. ആ മഴ കാരണം ഇന്നലെ ഇവിടെ പിന്നെ വന്നില്ല. ഇന്നലെ അതുപോലെ വേറൊരു വർക്ക് ഉണ്ടായിരുന്നു. ഇത് മൊത്തത്തിലൊരു 50 സെന്റോളം സ്ഥലമുണ്ട്. അതില് 25 സെന്റും കല്ല. അതെന്നാ കാണിക്കൂല. പിന്നെ ഇതെല്ലാം എങ്ങനെയും പൊട്ടിച്ചെടുക്കുകയാണ്. കയ്യാല കേട്ടാൻ കേട്ടോ, അതിന് പറ്റിയ കല്ലുകളാണ്. കയ്യാലക്കല്ല. കയ്യാല കെട്ടിയിട്ട് ഉള്ള മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്യാണ്, പറമ്പാക്കി എടുക്കാം. ഓവർ കല്ലായതുകൊണ്ട് പിന്നെ ഈ കല്ലെല്ലാം പോയിട്ട് ചെന്നാടുക്കും. അതിനുള്ള പ്രയോജനമില്ല. ഇവിടെയൊക്കെ പിന്നെ അങ്ങോട്ട് അങ്ങനെയുള്ള കൃഷിയെ നടക്കത്തുള്ളൂ. വല്ലോ തേക്കോ ആഞ്ഞിലിയോ അങ്ങനെയുള്ള ഓരോ കൃഷികളാണെങ്കിൽ ഇങ്ങോട്ട് പിന്നെ വരേണ്ട ആവശ്യമില്ല. ഇപ്പോഴും തേക്കാണെങ്കിൽ നല്ലപോലെ കിടന്നുള്ളൂ. ഇവിടെ വളർന്നു വരും. മോളിൽ കയറി ആണെങ്കിൽ കിളച്ചിട്ട് താട്ടിറങ്ങി വന്നു കേട്ടോ. ഇതിവിടെ കിളക്കാൻ മാത്രമൊന്നുമില്ല, കല്ലും കുറ്റിയും തന്നെ ഉള്ളൂ കേട്ടോ. ചെറിയ 1.5 അടി പോലും താഴ്ന്നില്ല, 1 അടി പോലും കത്തിച്ചേ താഴ്ന്നുള്ളൂ കേട്ടോ. ഇത് എന്നെ നടാൻ നേരത്തില്ല ഇതിനകത്ത്. ഇതിനകത്ത് റബ്ബറാണ് നിന്നാ, അതുപോലുള്ള വല്ല നടുവാണെങ്കിൽ പിന്നെ വലിയ കുഴപ്പമില്ല, അവിടെ നിന്നോളും. ഇതുണ്ട് കല്ലെന്ന് പറഞ്ഞ കല്ല. കറുത്ത മണ്ണോടല്ലേ, ഇങ്ങനെയുള്ള മണ്ണിനകത്ത് മൊത്തം കല്ലായിരിക്കും. ഈ കറുത്ത മണ്ണിനാണ്. പണ്ടൊക്കെ ഈ കറുത്ത മണ്ണ് മറ്റേ ഇതിനകത്ത് ഡബർ നേഴ്സറിക്കാർ കൊണ്ടുപോകായിരുന്നു കേട്ടോ. നേഴ്സറിക്കാർ ഈ നേഴ്സറിയും പോട്ടെ, മറ്റേ ഇതില്ലേ ചെറിയ തൈയൊക്കെ വിൽക്കുന്നേ ആ സംഭവം, അതിന് ഈ സാധനം കയറ്റിക്കൊണ്ട് പോകുമായിരുന്നു ആൾക്കാർ. ഞാനിത് പണ്ട് ഒരു സൈറ്റിൽ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഗ്രോ ബാഗിനകത്ത് നിറയ്ക്കാൻ വേണ്ടി ഇതുപോലുള്ള മണ്ണ് കയറ്റിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അത് കയറ്റിക്കൊണ്ട് പോകല്ലോ കേട്ടോ. ആ ബാഗിനകത്ത് തന്നെ അവിടെ വെച്ച് തന്നെ നിറച്ചിട്ട് ബാഗ് കൊണ്ടുപോകാം നേത്രത്തിലേക്ക്. അത് മറ്റേ പൂച്ചെടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടാൻ വേണ്ടി. ഇത് നല്ല വളമുള്ള മണ്ണാന്ന് തോന്നുന്നു. ഇങ്ങനെ കിളച്ചിട്ടിട്ട് തട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ഏതായാലും വൃത്തിയായിട്ടിട്ട് കൊടുക്കാം. അവർ എന്താ വെച്ചാൽ നട്ടോട്ടെ. ഉള്ള മണ്ണ് കൊണ്ട് ലെവലാക്കി കൊടുക്കാം. ഇപ്പോഴാണ് ഇത് ഇളക്കേണ്ട പോലും ആവശ്യമില്ല കേട്ടോ. അതുപോലത്തെ മണ്ണാ. ജൈവിക്കൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല. ഈ കുറ്റി വലിച്ചിട്ടുകൊണ്ട് ഈ കാപ്പിയുടെ കുറ്റി കിടപ്പുണ്ട് ഇവിടെ കുറെ. ആ കാപ്പിയുടെ കുറ്റി പറയാൻ വേണ്ടി മാത്രമാണ് കളിച്ചാൽ മതി. അല്ലാതെ ഇവിടെ ലൂസ് മണ്ണെന്ന് പറഞ്ഞാൽ അതുപോലെ ലൂസ് മണ്ണാ. പിന്നെ ഇത് പാറയും കല്ലൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. തട്ടി ലെവലാക്കിയിട്ട് ലെവലാവുന്ന പോലില്ല. ഇവിടെ നിന്ന് ഒരു കല്ലിലോട്ടാ തട്ടുന്നത്, അടുത്ത കല്ലിലോട്ട് തട്ടി, അടുത്ത കല്ലെ തട്ടി അങ്ങനെ പോവാ. മണ്ണില്ലാത്തതുകൊണ്ട് കുഴിയൊന്നും നികന്ന് വരുന്നുമില്ല. നമ്മളെ കഴിഞ്ഞിടയ്ക്ക് ആ വലിയ
ഒരു മലമണ്ട പോയി പണിതില്ല. അവിടുത്തെ മണ്ണെന്നൊക്കെ പറഞ്ഞാൽ നല്ല ചുമന്ന മണ്ണായിരുന്നു. ഇത് നേരെ ഡിഫറൻറ്റ് മണ്ണാണ്. ഇത് നേരെ കറുത്ത മണ്ണ്, കാപ്പിപ്പൊടി മണ്ണായി. കാപ്പിപ്പൊടി എങ്ങനെ ഇരിക്കുന്നത് അതുപോലെ. ഇങ്ങനെയുള്ള മണ്ണുള്ളടത്ത് ചെരിവുള്ള സ്ഥലങ്ങളിലൊക്കെ വണ്ടി ഇറക്കാൻ പേടിക്കണം കേട്ടോ. ഇതിൻ്റെ അടിയിൽ മൊത്തം കല്ലായിരിക്കും. ചിലപ്പോൾ നമ്മൾ വണ്ടി ഇറക്കുമ്പോൾ തന്നെ തെന്നിയെങ്കിലും തെന്നി മാറിപ്പോവും. അതാകുമ്പോൾ ആ കിളച്ച് ഇങ്ങോട്ട് പോകുന്നത് ഇനി നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നത്. ഇവിടെ ഇച്ചിരി മണ്ണ് കൂടുതലുണ്ട് കേട്ടോ. ഇവിടെ കല്ല് തീരെ കുറവാണ്. അങ്ങനെ അത്രയും ഭാഗം കിളച്ച് മുകളിലും കിളച്ച് താഴെ വന്നേ. ഇനി ഇത് കുറച്ച് ലെവൽ സ്ഥലം. ഇവിടെ നല്ല മണ്ണാണ്. ഇവിടെ കിളക്കാൻ എളുപ്പമുണ്ട്. രാവിലെ തന്നെ നല്ല വെയിലാട്ടോ ഇന്ന്. ഇന്നലെ രാവിലെ ഭയങ്കര മഴയായിരുന്നു. ഇന്നലെ പണി നടക്കുമെന്ന് പ്രതീക്ഷയല്ല. ഇന്നലെ വൈകുന്നേരം വരെ പണി നടക്കും. ഇന്നലെ റിങ് നടക്കാനുണ്ടായിരുന്നു. ഒരു 10-25 റിങ് കുഴിക്കാത്തോട്ട് ഇറക്കി ആ പണിയായിരുന്നു കേട്ടോ ഇന്നലെ. ഇന്നിപ്പം കിള വലിയ കളയൊന്നും അല്ല. ഒരു ഉച്ചവരെ പണി കാണുമായിരിക്കും. അതിനുള്ള പണിയേ ഉള്ളൂ. പണി അങ്ങോട്ട് കയറി വരുന്നില്ലേ. ഈ മാസം എന്നാളുടെ പണി കയറണ്ട. ഇതൊന്നും പണിയൊന്നും പെയ്തില്ല. മഴ ഇടയ്ക്കിടയ്ക്ക് ഈ മഴ പെയ്യുന്നുണ്ട്. പണി തീരെ കുറവാണ്. ഇപ്പം പുതിയ പുതിയ വീടുകളൊക്കെ പണിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ മാസമായപ്പോഴത്തേക്ക് വീടുകളൊക്കെ പണിയാൻ തുടങ്ങിയിട്ടാണ്. ഇതിൻ്റെ ഒരു ലെവലിംഗ് ഉണ്ടായിരുന്നു ഇന്നലെ. ഇന്നലെ അല്ല, കഴിഞ്ഞ ദിവസം ഒരു ലെവലിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ വന്നിട്ടില്ല. അത് വീഡിയോ കൊടുക്കും. അതിന്ന് പണി തീരുന്നതിന് മുന്നേ മഴ പെയ്തു. അതൊക്കെയാണ് പ്രശ്നങ്ങൾ. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒത്തിരി പേര് കാണുന്നുണ്ട്. അതുപോലെ ലൈക്ക് തീരെ കുറവാണ്. നമ്മൾ സപ്പോർട്ട് ചെയ്യണം. 23 വീഡിയോസ് ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാ എല്ലാവരുടെയും വീഡിയോസ് കാണാറുണ്ട്. സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ട് മിക്കവരും. വൈകിട്ട് പോയതാ പരിപാടി. വൈകിട്ട് പണി കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ പുതിയ വീഡിയോ എഡിറ്റ് ചെയ്യുക, മറ്റു വീഡിയോസ് കാണുക, അതൊക്കെയാണ് പരിപാടി. പിന്നെ നല്ല കമന്റ്സ് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇടും കേട്ടോ. എല്ലാ ദിവസവും 1-2 ദിവസങ്ങളിൽ വീഡിയോ ഉള്ള ദിവസങ്ങളെല്ലാം കമ്മ്യൂണിറ്റി ടാബിൽ നല്ല കമന്റ്സ് വരുന്നതെല്ലാം ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് സന്തോഷം. നല്ല കമന്റ് ചെയ്തതെല്ലാം കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ ഇടുന്നുണ്ട്. അവിടെ നിങ്ങൾ കമന്റ്സ് നല്ല കമന്റ്സ് ഒക്കെ ഇടാൻ ശ്രമിക്കണേ. നല്ല കമന്റ്സ് ആണെങ്കിൽ കമന്റ് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാ 1-2 ദിവസങ്ങളിലും കമ്മ്യൂണിറ്റി ടാബിൽ കമന്റ്സ് ഞാൻ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. വീഡിയോ വരുന്നതിൻ്റെ അന്നത്തെ ദിവസം രാവിലെ തന്നെ കമ്മ്യൂണിറ്റി ടാബ് നോക്കിയാൽ മതി കേട്ടോ. കമ്മ്യൂണിറ്റി ടാബിൽ അന്നേരം തന്നെ കമന്റ്സും കാണാം. അന്നത്തെ വീഡിയോ ഉണ്ടോ ഇല്ലയോ എന്ന് പറയുകയും ചെയ്യും കേട്ടോ. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഉണ്ട് കേട്ടോ. MD റൂട്ട്സ് എന്ന് പറഞ്ഞേ. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും ഇടുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോസ് ഷോർട്സ് ഒക്കെ ഇടുന്നുണ്ട്. ഫേസ്ബുക്കിൽ വല്ലപ്പോഴും വീഡിയോ ഇടുന്നുള്ളൂ. താല്പര്യമുള്ളവർ കയറിയും ചെക്ക് ചെയ്യണേ. ഇൻസ്റ്റാഗ്രാമിൽ @MD റൂട്ട്സ് എന്ന് പറഞ്ഞ ചാനലാട്ടോ. താല്പര്യമുള്ളവർ അത് കയറി ഒന്ന് ഫോളോ ചെയ്ത് അതിനകത്തും ഇതുപോലെ ഓരോ കമന്റ് കാര്യങ്ങളൊക്കെ ഇടും. ഓക്കെ, ഇത് നോക്കണ്ട. ഇന്നലത്തെ ഞാൻ വർക്കിന്റെ വീഡിയോ എടുത്തില്ല. നമുക്കൊരു വൈബ് തോന്നുന്നതായിട്ട് മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. പിന്നെ അതുപോലെ ഓരോ വീടുകളിലൊക്കെ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ വീഡിയോ എടുക്കത്തില്ല. അവർക്ക് ബുദ്ധിമുട്ട് തോന്നുന്നില്ല, ചോദിക്കാറും പോകത്തില്ല, എടുക്കത്തുമില്ല. പിന്നെ അതിന് താല്പര്യമുള്ള ആൾക്കാർ കാണുമല്ലോ.
3-4 ദിവസത്തെ വർക്കൊക്കെ വരുമ്പോഴാണ് പാടല്ല. അന്നത്തെ വീഡിയോ ഇടേണ്ടി വരും. അതാ ഞാൻ ചിലപ്പോൾ മൊത്തത്തിൽ 4-5 ദിവസത്തെ വർക്കൊക്കെ ചിലപ്പോൾ ഒരു 2 വീഡിയോ 3 വീഡിയോ ഒക്കെ ആയിട്ട് ഇടുന്നത്. അല്ലെ പിന്നെ അന്നുള്ള ഇടാൻ പറ്റുമെങ്കിൽ അങ്ങനെ താല്പര്യമായിട്ട് പറയാം, അങ്ങനെ തന്നെ ഇടാം. അന്നുള്ള വർക്ക് അന്ന് തന്നെ ഇടാം. ഞങ്ങൾക്ക് സൈറ്റ് മാറുന്നില്ലാത്തതുകൊണ്ടാണ്, ഒരു ബോറടിക്കണ്ടെന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടാത്തത്. ആ സൈറ്റ് കംപ്ലീറ്റ് തീർന്ന് ഇനി വീഡിയോ ഇടുന്നത്. അല്ലെ പിന്നെ ഓരോ ദിവസത്തെ വർക്കും ഓരോ വീഡിയോ ആയിട്ട് ഇടേണ്ടി വരും. ആ മോട്ട ഭാഗം കണ്ട കളച്ചിറങ്ങിയിരിക്കുന്നത്. അവിടെ നടുക്കൊരു കയ്യാലാട്ടാ. ഞാൻ അവർ വന്നപ്പോൾ ചോദിച്ചിട്ട് ആ കയ്യാലങ്ങ് പൊളിച്ചു. അല്ലാതെ വേറെ നടപടിയില്ലായിരുന്നു. വണ്ടി കയറി നിൽക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ആ കയ്യാലെ അങ്ങ് പൊളിച്ചു. ഇന്നെന്താന്ന് അറിയത്തില്ല, ഭയങ്കര വിശപ്പ്. സമയം ഇപ്പോൾ 9:36 ആയതേ ഉള്ളൂ. നല്ല വിശപ്പുണ്ട് കേട്ടോ. ചായ കുടിച്ചാൽ കൊള്ളാവുന്നുണ്ട്. അയ്യേറെ കുറച്ച് ഭാഗത്ത് കല്ലായിട്ട് ഒഴിവാക്കിയാണ് പോകുന്നത്. വലിയ കല്ലും കൂട്ടമുള്ളവർത്തൊക്കെ ഒഴിവാക്കാം, മണ്ണില്ലാത്തവർക്ക്. മണ്ണുള്ള ഭാഗം ഇപ്പം കളച്ച് പോകുന്നത്. കല്ലെല്ലാം കൂടെ വലിച്ചടക്കി ഇവിടെ കൂട്ടിയിട്ട് വലിയ കാര്യമുണ്ട്. അത്ര സ്ഥലവും പോകല്. ഇപ്പം കല്ല് കിടക്കുന്നവർക്ക്, ഒത്തിരി കല്ല് കിടക്കുന്നവർക്ക് അവിടെ കിടക്കട്ടെ നോക്കും. പിന്നെ ഒറ്റയും പെട്ടയ്ക്ക് കല്ല് കിട്ടുന്നതൊക്കെ എടുത്ത് മാറ്റിയിടും. നമ്മുടെ ബക്കറ്റത്ത് വെച്ച് മാറ്റിയിടും സൈഡിലേക്ക്. ഇനി ആ താഴെ കാണുന്ന ഭാഗം കളയ്ക്കാനുള്ളോ? ഇവിടെ കളച്ചിറങ്ങി മുകളിലൊരു കുറച്ച് ഭാഗം കളിക്കാനുണ്ടോ, അതൊക്കെ കളച്ചിറങ്ങിയിട്ടാണ് താഴെട്ടിറങ്ങാൻ. വിശപ്പായി തുടങ്ങി. ഇങ്ങനെ തട്ട് ലെവൽ ചെയ്ത് പോരുവോ കളച്ച്. ഇവിടെ പിന്നെ പുല്ല് കുറവുണ്ട്, അതിന് സമാധാനമുണ്ട്. ചില സൈറ്റൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പണിത സൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പുല്ല് കാരണം ഒരു രക്ഷയില്ലായിരുന്നു. ഇവിടെ പുല്ല് കുറവാ, ഇവിടെ കല്ല് കൂടുതലും. അവിടെ കല്ല് കുറവ്, പുല്ല് കൂടുതൽ. എവിടെ ചെന്നാലും എന്തെങ്കിലുമൊക്കെ കാണും കൂടുതലും കുറവുണ്ട്. അവിടെ പുല്ല് പോലെ ഇവിടെ കല്ല് കിടക്കുന്നത്. പറമ്പിന്റെ ഒക്കെ ഓരോ അവസ്ഥ. ഇതൊക്കെ ഇനി കളച്ചൊക്കെ മെനയാക്കി എടുത്തിട്ട് വലിയ നട്ടൊക്കെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആവും. അതിന്റെ അപ്പുറത്തോട്ട് ഇത്രയും തന്നെ സ്ഥലം കിടപ്പുണ്ടാവും. മൊത്തം കല്ല, മൊത്തം. അവർക്ക് ഒരു ഉപകാരമില്ല ആ സ്ഥലം കൊണ്ട്. ഒരു സാധനം നട്ടുപിടിപ്പിക്കാൻ പറ്റുമല്ലോ. കല്ലിന്റെ പുറത്ത് എന്നാ കൊണ്ടാണ് മൊത്തം ഉണ്ടക്കല്ല. അടുപ്പിച്ച് കൂട്ടി ഇട്ടേക്കുന്ന പോലെ കല്ല് അടുത്തടുത്ത് കിടക്കുക. ഒരു തരി മണ്ണില്ല. വലിയ ഒറ്റമാരായിരുന്നു, കാണാനായിരുന്നു സുഖം ഉണ്ടായിരുന്നു. ഇതാണ്ട് ഉരുള് പൊട്ടി വന്ന് കിടക്കുന്ന പോലെ കിടക്കുക കല്ലില്ല. എന്തായാലും കളച്ച് കേൾക്കട്ടെ. കുറച്ച് വെള്ളം കുടിക്കാൻ വിശപ്പ് മാറുന്നില്ല, വിശപ്പ് വരുന്നുണ്ട്. കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്യാം. രാവിലെ എടുത്ത വെള്ളമാണ്. ഈ വെള്ളം കുടിക്കട്ടെ. പത്ത് മണി വരെ ഈ വെള്ളത്തിൽ നിൽക്കാം. പത്താകുമ്പോൾ ചായ കുടിക്കാം. കളച്ചിട്ടുണ്ട് താട്ടിറങ്ങി പോകാനുള്ളത്. ഞാൻ മുകളിൽ കാണുന്ന ഈ ഏരിയ കളയ്ക്കാനുള്ളത്. നമുക്ക് കല്ല അവിടെ കയറാൻ പറ്റുമെന്നോ അവിടെ. പിന്നെ അവിടെ കളക്കണമായിരിക്കും എന്നാണേലും. എങ്ങനെയും കയറാൻ പറ്റുമെങ്കിൽ അതിലേക്ക് കയറാം. കയറി അവിടെ കളിക്കാം. ഇതിലേക്കൂടെ കയറാം. ഇവിടെ കല്ലും കൂട്ടമാണ് മൊത്തം. ഇതിന്റെ ഇടയക്കൂടെ വേണം കയറാൻ. ഇവിടെ എല്ലാം കല്ല. പിന്നെ ഗുണം എന്നാന്ന് ചോദിച്ചാല് ഇത് മറ്റേ വണ്ടിക്കല്ലായിട്ട് ടയറ് പോവല്ലോ കേട്ടോ. ടയറ് സ്ലിപ്പായി ഞങ്ങൾ കയറിപ്പോകും. ടയറ് കയറി പോകത്തില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്, അങ്ങനെ ഒരു സമാധാനമുണ്ട്. ധൈര്യമായിട്ട് വണ്ടി കയറ്റാം. ഇവിടെ ചെറുതായിട്ട് കല്ല് തന്നെ ലെവല് ചെയ്തിട്ട്
ഈ കല്ലുകൊണ്ട് തന്നെ ഇവിടെ അങ്ങ് ലെവൽ ചെയ്തിട്ട് ഇവിടെ കയറാം. ഇതിങ്ങനെ പതുക്കെ ലെവൽ ചെയ്തിട്ടങ്ങ് കയറാം. ഈ കാപ്പിയെല്ലാം കുത്തി പറിച്ച് കയറി കയറി അവിടെ മണ്ണുള്ള ഭാഗം കളച്ച് വരാം. അങ്ങനെ അങ്ങ് ചെയ്യാം. ഇത് വേണമെങ്കിൽ കാപ്പി വെട്ടാതിരിക്കാന്ന് ഏറ്റവും നല്ല പറിച്ച് മാറ്റാൻ എളുപ്പമുണ്ട്. എന്തായാലും അങ്ങോട്ട് കയറട്ടെ. മഴക്കാറ് കൂടിയിട്ടുണ്ട് കേട്ടോ. ഈ മഴ പെയ്യോന്ന് അറിയത്തില്ല. ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒത്തിരി പേര് കമന്റ് ചെയ്യുന്നുണ്ട്, വീഡിയോ ലൈക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. ഞാൻ ഈ വീഡിയോ ആദ്യം ഇട്ടപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. വെറുതെ എന്നാളും വീഡിയോ ഇട്ട് നോക്കാം, വർക്ക് ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ഇട്ട് നോക്കാമെന്ന് ഇട്ട് നോക്കാം കേട്ടോ. പിന്നെ ഒത്തിരി ആൾക്കാർ അതിന് റെസ്പോണ്ട് ചെയ്തു. അതുകൊണ്ട് പിന്നെ വീഡിയോ ചെയ്യാൻ നമുക്കൊരു ധൈര്യമായിരുന്നു. അങ്ങനെ വലിയ വാട് കമന്റ് ഒന്നും വരുന്നില്ല. അങ്ങനെ ഒരു സമാധാനമുണ്ട് കേട്ടോ. കാട് കണ്ടു, മൊത്തം കാടല്ല, കല്ലും കുറ്റി. ആ കാണുന്ന ആ കല്ല് കൂട്ടം കിടക്കുന്നതിന്റെ അവിടെ വരെ പോകണം. ഈ കാടെല്ലാം പറിച്ച് ഇവിടെ വരെ ഇവിടെ വന്നപ്പോ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഒരു കല്ലും കൂട്ടോ അങ്ങോട്ട് കയറി പോവുകയും വേണം. എന്നെ ചെയ്ത് എനിക്കല്ല, ഒന്നെങ്കിൽ ആ കല്ലും കൂട്ടത്തിലേക്ക് തള്ളി വെക്കണം. തള്ളി വെച്ചിട്ട് ഇവിടെ വലിയ കല്ലാണോന്ന് അറിയത്തില്ല. തള്ളി വെച്ച് നോക്കാം, എന്നിട്ട് അങ്ങോട്ട് കയറിപ്പോ. എന്നാലും കയറിപ്പോണേ ഈ കല്ലും കൂട്ടം മാറ്റാൻ പറ്റത്തില്ല. അത് പോരത്തില്ല കേട്ടോ. വലിയ കല്ല അവിടെ തന്നെ എന്നാ മതിയായിരുന്നു. ഇപ്പൊ ഇളക്കുകയും ചെയ്തു. ഇനിയിപ്പം തള്ളി വെക്കാൻ രസമില്ല. എന്നാലും കുറച്ചുകൂടെ വണ്ടി കയറി നിൽക്കാം. ഈ ഭാഗം ഇവിടെ നിന്ന് കളച്ചിറങ്ങി. നേരത്തെ ഇവിടെ രാവിലെ കൊണ്ട് കയറിയല്ലേ, അത് കളച്ചിറങ്ങി. അതിൻ്റെ ഒരു വിറ്റുണ്ടായി. വിറ്റല്ല, ഈ ഭാഗം കളച്ചപ്പോൾ തൊട്ടടുത്ത സ്ഥലം ഇവിടെ കളിക്കാനുണ്ടായിരുന്നു. ഈ പറമ്പ് അത് കളിക്കാൻ വേണ്ടി പോയി. അത് കാരണം ഇതിവിടെ നിർത്തിയിട്ട് പോയി. അങ്ങോട്ട് കയറാൻ വഴിയില്ലായിരുന്നു. അതുകൊണ്ട് അത് കളിക്കാൻ വേണ്ടി പോയി. ഇപ്പം ചൂടുണ്ട് വെച്ച് ഈ ബാക്കി ഇവിടെ തുടങ്ങുക. ഇവിടെ മൊത്തം കല്ലല്ലായിരുന്നു. അത് മൊത്തം കംപ്ലീറ്റ് പുല്ലും എല്ലാം പറിച്ച് കിളച്ചിറങ്ങി. ഇനി ഇവിടുന്ന് ഇങ്ങനെ ഈ ഭാഗവും അവിടുന്ന് അങ്ങോട്ട് ആ താഴെ കാണുന്ന ആ ഭാഗം കളിക്കാനുണ്ട്. അങ്ങ് താഴെ ആ മരമൊക്കെ നിൽക്കുന്നുണ്ട് അവിടെ. അതിനെ കഴിഞ്ഞ് തീരുക ഇവിടുത്തെ പണി. നല്ല വെയില. ചൂട് കഴിഞ്ഞേ ഉള്ളൂ. 5 മിനിറ്റ് കഴിഞ്ഞ് തുടങ്ങാം. അവിടെ കഴിഞ്ഞ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. എൻ്റെ ഇവിടെ കയ്യാല വിളിച്ച് അങ്ങോട്ട് കയറിയേ. ആ കയ്യാല ഇനി നേരെ ആക്കണം. എന്നിട്ട് ഇനി ബാക്കി കളച്ചിറങ്ങി പോവാം. ഇങ്ങോട്ട് വഴിയില്ലായിരുന്നു കയറിപ്പോവാൻ. അത് കാരണം ഈ പറമ്പ് കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് കയറിപ്പോയി. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തില്ല. എല്ലാം കൂടെ എടുക്കാൻ ഭ്രാന്തുണ്ട്. എല്ലാം കിളയായിട്ട് പിന്നെ അത് പ്രത്യേകിച്ച് എടുക്കാൻ നിന്നില്ല. ഇനിയിപ്പോൾ കല്ലങ്ങോട്ട് തള്ളിയിട്ട് ഈ ഭാഗം കളച്ച് ഇറങ്ങി പോരുക. കളിച്ച് ഇവരുടെ പണി തീർത്തു കൊടുക്കും. ആള് വന്നപ്പുറം നോക്കിയിരിപ്പുണ്ട്. നമ്മളെ കുറ്റം കൊണ്ടല്ലല്ലോ. കയ്യാല ഒരു 4 അടി പൊക്കത്ത് കയ്യാല കെട്ടിയ കയ്യാലായിരുന്നു. അത് പൊളിച്ചാ കൊണ്ട് വണ്ടി കയറി. മട്ടിക്കല്ലായിട്ട് പൊളിച്ച് അങ്ങോട്ട് വഴിയിലോട്ട് തന്നെ ഇട്ട് ലെവൽ ചെയ്തിട്ടാണ് അങ്ങോട്ട് കയറുന്നത്. കരിക്കലാണ്, അത് പറ്റത്തില്ല. അങ്ങനെ പോയി. എന്നാലും വൈകുന്നേരം ആകുമ്പോൾ തീരത്തുള്ളൂ.
നേരത്തെ അവിടെ കിളക്കാൻ പോയെന്ന് പറഞ്ഞാൽ ഭയങ്കര കല്ലായിരുന്നു, വക്കറ്റ് താത്താൻ പോലും പറ്റത്തില്ലായിരുന്നു. അമ്മാതിരി കല്ലായിരുന്നു. ഒരു ദിവസത്തിലാണ് പരിപാടി തീർത്തു കൊടുക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ആ സൈറ്റിൽ കയറി ചെല്ലുകയും ചെയ്തു. പിന്നെ എന്നാ ചെയ്യാൻ പറ്റും? പിന്നെ അതുമല്ല, ഒരു വർക്ക് കിട്ടിയല്ലേ, കളയട്ടല്ല. അത് സൈറ്റ് കണ്ടാ കല്ലാന്ന് പറയത്തില്ല. പക്ഷെ അവിടെ ഇറങ്ങി അവിടെ എന്തെങ്കിലും ബക്കറ്റ് വെച്ചപ്പോഴാണ് മറ്റേ കേൾക്കുമായിരുന്നു. കല്ലേ കൂടെ തന്നെ അവൾ എന്തിനു കളച്ചിട്ടാന്ന് കേൾച്ചു കൊണ്ടുവന്നു. ഈ പറമ്പിൽ പിന്നെ കല്ലുണ്ടെന്നാൽ കിളക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. ഇവിടെ അതില്ല, കല്ല് മാത്രമേ ഉള്ളൂ. ഇപ്പൊ പിന്നെ ബക്കറ്റ് താഴെ ഉള്ളു. സമയം ഇപ്പൊ 2 മണി കഴിഞ്ഞു ചോറിട്ടപ്പോഴേ. ഏകാലം ഇത് മഴയില്ലെന്ന് തോന്നുന്നു. കാലാവസ്ഥ അനുകൂലമായിട്ടാണ് ഇരിക്കുന്നത്. എങ്ങനെ സമാധാനം? ഇതുപോലെ കാപ്പിക്കുറ്റി മണമണ കുറ്റി എല്ലാം ഉണ്ട് ഒത്തിരി. അതെല്ലാം പറിച്ച് കളഞ്ഞ് ലെവൽ ചെയ്ത് വേണം അങ്ങോട്ട് പോരാൻ. പരമാവധി കളയ്ക്കാൻ പറ്റുന്ന സ്ഥലം എല്ലാം കളച്ചു വിടുവോ. കല്ലൊക്കെ ഒഴിവാക്കി കളച്ച് പോവുക. ഒത്തിരി കല്ലുള്ളടത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഉള്ള കല്ലാട് ഉരുണ്ടിങ്ങനെ വരും. അങ്ങനെ വരുന്ന കല്ലൊക്കെ പതുക്കെ തള്ളി മാറ്റി ലെവൽ ചെയ്ത് കൊടുക്കണം. സൈറ്റ് എല്ലാവരും വൃത്തിയാക്കി കൊടുക്കണം. പണി കഴിയുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നില്ല. അപ്പൊ അവിടുന്ന് കിളച്ച് താഴോട്ടിറങ്ങി. താഴത്ത് ഈ ഒരു കയ്യാലേ ഉള്ളു കളയ്ക്കാൻ. ഇവിടെ വരെ എത്തി. ഇനി ആ മരം കാണുന്നതിന്റെ അവിടെ ഇല്ലേ, ആ പാടെ അവിടുന്ന് ഇങ്ങോട്ട് കളച്ച് വരുന്നത്. ഇവിടെ ചെറിയ ചെരുവുണ്ട്. അതിന്റെ കൂട്ടത്തിൽ കാപ്പിക്കുറ്റി ഭയങ്കര വിഷയം കേട്ടോ. അത് പറിച്ചിന്റെ വെട്ടിന്റെ പണി വെച്ചു. എന്നാലും അങ്ങോട്ട് കയറില്ല, അവിടെ മൊത്തം കല്ല. അവിടെ എങ്ങനെയാ നോക്കാം. അവിടെ കയറിട്ട് ഇവിടെ 2 കുറ്റി പറിച്ചു കൊടുക്കണമെന്ന്. ആ കുറ്റി പറിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ പോകും. എന്നാത്തിന്റെ സൂപ്പറാണ്. ഇവിടെ തൊട്ടാൻ കളയ്ക്കാം. അല്ല, കല്ലിന്റെ ഇടയ്ക്കൂടെ ഒക്കെ കളച്ചു വിടുക. ഇത് തടാനാണ് പറഞ്ഞത്. എന്നെ തടാൻ എല്ലാം കയ്യാലെ വെച്ചിട്ടുണ്ട് കേട്ടോ. കയ്യാലെല്ലാം ഇടിഞ്ഞു പോയതാണ്. അവരുടെ പുതിയ പുതിയ കയ്യാലകളെല്ലാം വെച്ചിട്ടുണ്ട്. ആ മോളിൽ കാണുന്ന കല്ല് കേട്ടോ മൊത്തം പാറക്കല്ല. അത് ഇവരുടെ പറമ്പാണ്. ഇവർക്ക് ഒരു ഉപകാരമില്ല. അതുകൊണ്ട് തുണി അലങ്ങിടാം, അല്ലാതെ വേറൊരു ഗുണം ആ സ്ഥലം കൊണ്ട് ഇവർക്കില്ല. ഇപ്പൊ ഇവരിവിടെ താമസിക്കുന്നുമില്ല ഇവിടെ കാലത്ത്. അല്ല, തുണി വിരിക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വരാൻ പറ്റും. നല്ല മണ്ണായതിന്റെ കിളച്ച് പോകും. അകത്തത്തിൽ കുട്ടികൾ കിടക്കുമ്പോഴായിരുന്നു വണ്ടി അതിലേക്ക് പോകുന്നത്. മഴ അങ്ങ് തൂളിപ്പോയി, പെയ്തില്ല. 2-3 തുള്ളി വീണിട്ട് നിന്നു. ഞാൻ പറയുന്നത് കേട്ടെന്ന് തോന്നുന്നു. അവിടെ വേറെ സൈറ്റോടെ കിളക്കാൻ കിട്ടി. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് അത് വീർത്തു. അല്ല, ഇന്നിപ്പോ വീട്ടിൽ പോയിരിക്കണ്ടല്ലോ ഈ സമയത്ത് പണിയും തീർന്നിട്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുകയോ പറയുകയൊക്കെ ചെയ്യാലോ. ഞാനിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കല്ലേ നിങ്ങളോട്. നിങ്ങളുടെ കാര്യങ്ങളോടൊക്കെ ഒന്ന് കമന്റിലൂടെയൊക്കെ പറ. ഞാനുള്ള മറുപടിയൊക്കെ തരാം. പിന്നെ ചീത്ത തെറിയും മാത്രം വിളിക്കാതിരുന്നാൽ മതി. അങ്ങനെ കേട്ടേ നമുക്കൊരു ബുദ്ധിമുട്ടാവും. ഇത് എന്നെ ചെയ്യുന്നുള്ള കാരണം നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള വണ്ടിയെക്കുറിച്ചോ അല്ലെങ്കിൽ വർക്കിനെ കുറിച്ചോ
എന്നെക്കുറിച്ചൊക്കെ ചോദിച്ചു കമന്റിൽ. ഞാനുള്ള മറുപടി തരുന്നതായിരിക്കും. മാന്യമായ കമന്റിന് മാന്യമായ മറുപടി തരുന്നതായിരിക്കും. കിളച്ചിളച്ച് പകുതി കഴിഞ്ഞു കേട്ടോ. അപ്പൊ ആ മഴ പെയ്യുന്ന കോളൊക്കെ പോയിട്ട് ഇപ്പൊ നല്ല വെയിലായി. അടിപൊളി നല്ല വെയില് അടിച്ചോണ്ടിരിക്കും ഇപ്പൊ. നേരത്തെ മഴക്കാലം വന്ന് മഴയും പെയ്തു, ചെറുതായിട്ടൊന്നും തൂളുകയും ചെയ്തു കേട്ടോ. പേരും പുല്ലൊന്നും കുഴിച്ചിടാത്തോണ്ട് വലിയ ഭംഗിയില്ല കണ്ടിട്ട്. പുല്ലൊക്കെ കുഴിച്ചിടാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിടക്കും. ഇതിപ്പോ കുഴിച്ചിടുന്നില്ലല്ലോ, എല്ലാം മുകളിൽ തന്നെ കിടക്കുമല്ലോ. ഇത് കണ്ടിട്ട് ഒരു അരോചകം പോലെ തോന്നുന്നു. നമ്മള് പണിയാൻ പാകത്തില്ലാവല്ലോ ഇതോ ചെയ്തോണ്ടിരുന്നു. പുല്ലും പേരും എല്ലാം പറിച്ച് നല്ല മിച്ചം പോലെ ആയിക്കൊണ്ടിരുന്നത്. ഇതിപ്പം പുല്ല് കുഴിച്ചിടാത്തോണ്ടാണെന്ന് തോന്നുന്നു വൈറ്റ് പണിതിട്ടൊരു സുഖം തോന്നുന്നു. ഒരു വൃത്തിയില്ലായ്മ ഫീൽ ചെയ്യുന്നു. അങ്ങനെ ഏകദേശം പണി തീർന്നു. ഇനി ഒരു 5 മിനിറ്റൊക്കെ വെച്ചാൽ പണി തീരുമോ? അങ്ങനെ ഇവിടുത്തെ വർക്ക് കഴിഞ്ഞ് വഴി പറമ്പിലേക്ക് കയറാനുള്ള വഴിയും കൂടെ റെഡിയാക്കി അടിപൊളി ആക്കിയിട്ടുണ്ട്. ഇനി നേരെ വിട്ടേക്കാം, പണി കഴിഞ്ഞു. ഇന്നത്തെ വർക്ക് ഇതോടെ കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.